ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വേദ എസ്ഐയോട് പറയാണ്, ഞാൻ സാക്ഷി പറയാം, വിക്രമിനെതിരെ ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും കമലാമ്മ വന്നിട്ട് മോൾ എന്തേ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. അതേ അമ്മേ, ഞാൻ കണ്ട കാര്യം തന്നെയല്ലേ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. മോളെ നീ അങ്ങനെ ചെയ്യരുത്, അവനത് അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എസ് ഐ പറയും, അല്ല ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്, വേദ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇനിയിപ്പോൾ അറസ്റ്റ് ചെയ്തൂടെ. അപ്പോൾ എസ് ഐ ചോദിക്കും, അല്ല അത് പിന്നെ എന്താ സാക്ഷി ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യാന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പം പിന്നെ അവർക്ക് അറസ്റ്റ് ചെയ്യാതെ നിവർത്തില്ല. അന്നേരം എല്ലാവരും വേദന നോക്കാണ് കേട്ടോ, വേദന കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ വിശ്വനും ചോദിക്കുന്നുണ്ട്, വേദേ മറ്റാരും കാണാത്ത കാര്യം നീ കണ്ടു എന്നാണോ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ കണ്ട കാര്യം തന്നെയാണ് പറഞ്ഞത് എന്നൊക്കെ വേദ പറയുന്നുണ്ട്. ഒരാളുടെ ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് വിക്രം ചെയ്യുന്നത് ഞാൻ കണ്ടതാണ് എന്നൊക്കെ പറയും. അപ്പോൾ കമലാമ്മ എന്ന് പറയും, വേണ്ട മോളെ, അത് ചെയ്യരുത് മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് വേദന കാല് പിടിക്കാൻ കേട്ടോ. അപ്പോഴേക്കും വേദ അമ്മനെ പിടിച്ചെഴുന്നേൽപ്പിക്കണം. അമ്മ എന്താ ചെയ്യുന്നത്, വിക്രത്തിന് ആകെ വിഷമാവും കേട്ടോ. അതിനുശേഷം വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് കമലാമ്മ ചോദിക്കുകയാണ്, എന്താണ് മോനെ കേൾക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതെ ഞാൻ ചെയ്തത് തന്നെയാണ്. ഞാൻ ചായ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ വന്നപ്പോൾ അവൻ്റെ ചായ തട്ടിപ്പോയി. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ അവനെ തല്ലി. ഞാനൊരു ബോൺ ക്രിമിനലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേണ്ട മോനെ, എനിക്കറിയാം നീ ഇത് പറയുന്നത് നോണയാണെന്നൊക്കെ പറയുമ്പോൾ മാഷ് പറയുന്നുണ്ട്, എന്തൊക്കെ സംഭവിച്ചാലും ഒരാളുടെ ജീവൻ എടുക്കാനുള്ള ഒരു അവകാശവും ഇവനില്ല. പിന്നെ എന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമവും കോടതിയൊക്കെ ഈ നാട്ടിലുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ നന്ദിനി പറഞ്ഞുകൊണ്ട് ഒത്തിരി ചായ തട്ടിപ്പോയെന്ന് വിചാരിച്ചിട്ട് ഒരാളെ കൊല്ലാൻ നോക്കുമോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ കമലാമ്മ അതവൻ വെറുതെ പറയണം, തക്കതായൊരു കാരണമില്ലാതെ അവനത് ചെയ്യൂല, എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ സാറേ ഇത് ചെയ്യരുത് സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് കമലാമ്മ എസ് ഐൻ്റെ കാല് പിടിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. അവനങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എസ് ഐ പറഞ്ഞു, എന്ത് കാരണങ്ങൾ, ഇവിടെ എന്ത് തെറ്റ് ചെയ്താലും പോലീസ് നിയമമൊക്കെ ഉണ്ട്, അല്ലാതെ പിന്നെ വേറൊരാൾക്ക് നിയമം കൈയെടുക്കാനുള്ള ഒരവകാശവും ഇല്ല എന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ എസ് ഐനോട് വേദ പറയുന്നുണ്ട്, എന്തായാലും വിക്രമിനെ അറസ്റ്റ് ചെയ്തോ, പിന്നെ ഞാൻ മൊഴി തന്നതിൽ ഇനിയൊരു മാറ്റം വരുത്താൻ പോകുന്നില്ല എന്നൊക്കെ പറയുകയാണെ. അപ്പോൾ കമലാമ്മയ്ക്ക് ആകെ സങ്കടമാകും കേട്ടോ. വിക്രമാണെന്നുണ്ടെങ്കിൽ വേദന തന്നെ നോക്കി നിൽക്കുകയാണേ. വേദ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കമലാമ്മയുടെ കരച്ചിൽ കണ്ടിട്ട് വേദയ്ക്ക് അത് സഹിക്കാനും കഴിയുന്നില്ല. അപ്പോൾ കാല് പിടിക്കുന്ന രീതിയിലേക്കൊക്കെ കമലാമ്മ താഴുകയാണ്. വിക്രമിനെതിരെ സാക്ഷി പറയുന്നു. പക്ഷേ വിക്രമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഒരാളെ കൊല്ലാൻ ശ്രമിച്ചതാണ്, അതുകൊണ്ട് വിലങ്ങിട്ട് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വണ്ടിയിൽ ഇരുന്നിട്ട് വിക്രം അകത്തേക്കൊന്ന് നോക്കുന്നുണ്ട്. അതിനുശേഷം വേദന അടുത്തേക്ക് എല്ലാവരും കൂടെ വരികയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, മോളെ എനിക്ക് നിന്നെ അറിയാം, വിക്രം എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ നിന്നൊക്കെ വിക്രമിനെ രക്ഷിച്ചു കൊണ്ടുവന്നത് മോളാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് അവനോട് എന്തോ ഒരു ദേഷ്യം മോൾക്കുണ്ട്, നിങ്ങൾ തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് മോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ മോള് വിക്രമിനെ കൊണ്ടുവരുമായിരിക്കുമല്ലേ എന്നൊക്കെ പറയുകയാണേ. അപ്പോൾ വേദ പറഞ്ഞ, അതെ വേദമല്ല നന്ദിനി പറയുന്നുണ്ട്, അവനവൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് കള്ളം പറയുന്നത് കുഴപ്പമൊന്നുമില്ല, ശീലാവധി ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, സത്യവധി ഒന്നുമില്ലല്ലോ അങ്ങനെയൊക്കെ നന്ദിനിയും പറയുന്നുണ്ട്. അതിനുശേഷം ഓരോരുത്തരായിട്ട് വേദന ചോദ്യം ചെയ്യേണ്ട വിനായകനും പറയുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട്, വിക്രമിൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് അമ്മ ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ വിനയ പറയപ്പോൾ പിന്നെ ഒരാൾ അറസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടല്ല ജീവൻ രക്ഷിക്കുന്നത് എന്ന് പറയും. അപ്പോൾ വിശ്വം പറയുന്നുണ്ട്, എന്തായാലും വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണം ഉണ്ടാവും, കാരണമില്ലാതെ ഒരിക്കലും വിക്രം അങ്ങനെ ചെയ്യൂല എന്ന് പറയുകയാണെ. അപ്പോൾ ശ്രീജയും പറയുന്നുണ്ട്, അതെ ശരിയാണ്, വിക്രം എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്, ആ കാരണം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മോള് സാക്ഷി പറഞ്ഞാൽ മതി എന്നൊക്കെ ശ്രീജയും പറയുന്നുണ്ട്. അപ്പോൾ കമലാമ്മ പറയണ, അവള് സാക്ഷിമൊഴി കൊടുക്കാനൊന്നും പോലീസ് സ്റ്റേഷനിലേക്ക് പോകൂല എന്ന് പറയുകയാണെ. അപ്പോഴേക്കും അവിടേക്ക് ഇതൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ മാഷ് അവിടേക്ക് വരികയാണ്. അച്ഛാ ഇവരെല്ലാവരും എന്നോട് പറയുന്നത് ഞാൻ ചെയ്തത് തെറ്റായി പോയി എന്നാണ്, വിക്രം എന്തെങ്കിലും ഒരു കാരണമില്ലാതെ അത് ചെയ്യൂല എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. എന്നോട് സാക്ഷിമൊഴി ഒപ്പിടാനായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണ്ടെന്നൊക്കെയാണ് ഇവർ പറയുന്നത്. ഞാൻ എന്ത് ചെയ്യും അച്ഛാ, ഞാൻ ചെയ്തത് തെറ്റാണോ എന്നൊക്കെ ചോദിക്കുകയാണെ. മോളെ നീ ചെയ്തത് ശരി തന്നെയാണ്, നീ ചെയ്തത് തെറ്റാണെന്ന് ആര് പറഞ്ഞാലും ഞാനത് സമ്മതിക്കില്ല. ഓരോരോ കേസുകൾ വരുമ്പോഴും നീ അവനെ ഇറക്കിക്കൊണ്ട് വന്നിട്ടില്ലേ, ഇപ്പോൾ നീ ചെയ്ത കാര്യം നല്ല കാര്യം തന്നെയാണ്. കാരണം നീ കണ്ട കാര്യമല്ലേ നീ പറയുന്നുള്ളത്, നിൻ്റെ കണ്ണുകൊണ്ട് നീ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഉറപ്പായിട്ടും സാക്ഷി പറഞ്ഞു തന്നെ വേണം. അപ്പോൾ കമലാമ്മ വന്നിട്ട്, മാഷെ എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇപ്രാവശ്യം മൊഴിയിൽ ഒപ്പിടാൻ പോകുന്നതേ ഇവളുടെ കൂടെ ഞാനായിരിക്കും,
മോളെ ഞാൻ ഒരുങ്ങി വരാം എന്ന് പറഞ്ഞിട്ട് മാഷ് അകത്തേക്ക് പോകുകയാണ്. വേദയും പോകും കേട്ടോ. ശേഷം കമലാമ്മ ശ്രീജനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പിന്നീട് മാഷോടൊപ്പം പോലീസ് സ്റ്റേഷനിലേക്ക് വേദ വരികയാണ് കേട്ടോ ഓട്ടോറിക്ഷയിൽ. അപ്പോൾ അവിടെ രാധ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ രാധ പറയുന്നു, ആഹാ അകത്താക്കാനായിട്ടുള്ളൊരു കാരണം കാത്തു നിൽക്കുമായിരുന്നല്ലേ ഡീ നീ. ഒരു തവണ മാഷ് സാക്ഷി പറഞ്ഞത് കൊണ്ടാണ് വിക്രം ജയിലിൽ പോയത്. ഇതിപ്പോൾ ഇതാ നീയും. ഇനിയിപ്പോൾ വിക്രം ജയിലിൽ കിടക്കുന്നതാണോ നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പം മാഷ് പറയും, മോളെ നീ വായോ എന്ന് പറഞ്ഞിട്ട് മാഷ് വേദനെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ മാഷ് നടന്നു പോകും. അപ്പോഴേക്കും വേദനെ വീണ്ടും രാധ തടഞ്ഞു നിർത്തി പറയുന്നുണ്ട്, നിൻ്റെ സാക്ഷി മൊഴി കൊണ്ട് വിക്രമിനെതിരെയുള്ള കേസ് രജിസ്റ്റർ ചെയ്യാനേ പറ്റുള്ളൂ, ശിക്ഷിക്കാനൊന്നും പറ്റൂല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വേദയാണെന്നുണ്ടെങ്കിൽ രാധനോടൊന്നും പറയുന്നില്ല. വിക്രമേ പുല്ല് പോലെ ഇങ്ങോട്ട് ഇറങ്ങിപ്പോരും, നീ നോക്കിക്കോ, വിക്രമിനെ ഒരു കോടതിയും ശിക്ഷിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയും. അതിനുശേഷം വേദ അകത്തേക്ക് ചെല്ലാം കേട്ടോ. ഈ സമയത്ത് വിക്രം സെല്ലിൽ ഇരിക്കുകയാണ്. വേദന കാണുമ്പോൾ ചെറിയൊരു വിഷമത്തോട് കൂടിയിട്ട് തല കുമ്പിടുന്നുണ്ട്. അതിനുശേഷം അച്ഛനെയും കൂടെ കാണാൻ കേട്ടോ. അച്ഛനെയും കൂടെ കാണുമ്പോൾ വിക്രം വേഗം എഴുന്നേറ്റ് സെല്ലിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ ഒരു പോലീസുകാരൻ വന്നിട്ട് പറയും, മൊഴി വന്നതാണോ എന്ന് ചോദിക്കും. അതെ, അകത്ത് സാറുണ്ട്, ചെല്ലുമെന്ന് പറയാണ്. അങ്ങനെ അവർ അവിടെ ചെന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ SI പറയുന്നുണ്ട്, ഒപ്പിടാൻ വന്നതല്ലേ? അതെ, മൊഴിയൊക്കെ ഞാൻ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്, അതിൽ ഒപ്പിട്ടാൽ മാത്രം മതി. അപ്പോൾ വേദ പറയും, വേണ്ട, ഞാൻ കണ്ട കാര്യങ്ങൾ ഞാൻ തന്നെ എഴുതി ഒപ്പിട്ട് തരാം എന്ന് പറഞ്ഞിട്ട് പറയാൻ കേട്ടോ. അപ്പോൾ SI പറയും, ഓ പെർഫെക്റ്റ്, ഒരു കാര്യം ചെയ്യും, ഒരു പേപ്പർ എടുത്തിട്ടുണ്ട് വേറെ പോലീസുകാരോട് പറഞ്ഞിട്ട് വേദ തന്നെ കണ്ട കാര്യങ്ങൾ എഴുതി ഒപ്പിട്ട് കൊടുത്ത് പോരുകയാണ്. പിന്നീട് MLA SIനെ വിളിക്കുകയാണ് കേട്ടോ. ആ സാർ, അതെ, അപ്പോൾ എന്താ സാർ എന്ന് ചോദിക്കട്ടെ, എന്താ ഈ കാര്യങ്ങളെന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഭാര്യ തന്നെ അവനെതിരെ സാക്ഷി പറഞ്ഞിട്ടുണ്ട്, അവളത് കണ്ടെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എഴുതി ഒപ്പിട്ടെന്ന്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ സാർ. താൻ എന്ത് പണിയാണോ കാണിച്ചത്? അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, കോടതിയിൽ നിന്ന് അവനെ രക്ഷിച്ച് കൊണ്ടുപോരാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ ചെയ്തത് എന്ന് പറയും. ഏയ് അതൊന്നും ആയിരിക്കില്ല, അവളെ ജില്ലാ ജഡ്ജി ശങ്കരനാരായണൻ്റെ മകളാണ്, പറഞ്ഞ വാക്ക് മാറ്റി പറയുന്നവളല്ല എന്ന് പറയും. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അവനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഇന്ന് തന്നെ ഹാജരാക്ക്, എന്നിട്ട് ജില്ലാ കോടതിയിലേക്ക് അയക്കി. അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ചിട്ട് സബ് ജയിലിലേക്ക് അയക്കി, അപ്പോൾ നമുക്ക് വഴിയിൽ വെച്ചിട്ട് അവനെ തീർക്കാം. അയ്യോ സാറേ, അങ്ങനെയൊന്നും ചെയ്യല്ലേട്ടാ, പണ്ടത്തെ കാലമൊന്നുമല്ല, ഇപ്പോഴങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയും കേട്ടോ. അതെന്താണ് വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് പറയുകയാണേ. അതിനുശേഷം കൂടെ ഉള്ളവരോട് ചോദിക്കുകയാണ്, ആ സ്റ്റേഷനിൽ ഒരു ഇൻസ്പെക്ടർ ഇല്ലേ, ആ സാബു, അവൻ ഇന്ന് രാത്രി ആ സ്റ്റേഷനിൽ വേണം, നമുക്കൊരു കാര്യം ചെയ്തു തീർക്കാനുണ്ടെന്നൊക്കെ പറയാണ് കേട്ടോ. ആ രാത്രി വിക്രമിനെ സ്റ്റേഷനിലിട്ടിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് MLA എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിനെ ഇരിക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മുടെ SI വരികയാണ് കേട്ടോ. എന്നിട്ട് പറയാണ്, എല്ലാ തവണത്തെയും പോലെയല്ല, ഈ തവണ നീ ശരിക്കും പെട്ടു, സാക്ഷിമൊഴി അത്രയും പെർഫെക്റ്റാണ് എന്നൊക്കെ പറയും. അപ്പോൾ വിക്രം പറയുന്നുണ്ട്, ഇതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കാറില്ല. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, ചിലപ്പോൾ അവളുടെ വിചാരേ നിന്നെ കോടതിയിൽ നിന്ന് രക്ഷിച്ചെടുക്കാമെന്നായിരിക്കും, പക്ഷേ അതൊന്നും നടക്കൂല, അവൾ വിചാരിക്കുന്നത് പോലെ നിന്നെ രക്ഷിക്കാനൊന്നും ആരെ കൊണ്ടും പറ്റൂല എന്ന് പറയും. അപ്പോൾ വിക്രം പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല സാറേ, അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ചെയ്തത് വലിയ തെറ്റായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ ഞാൻ ചെയ്തത് ഒരു തെറ്റല്ല, അതെനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. അപ്പോൾ പിന്നെ എന്നെ ഒരാൾക്കും ശിക്ഷിക്കാൻ പറ്റില്ല എന്ന് പറയും. അതിന് നീ കോടതി കണ്ടാലല്ലേടാ നിന്നെ രക്ഷിച്ച് അവർക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നീ കോടതിയൊന്നും കാണാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണിയുടെ സ്വരം മുഴക്കിയിട്ട് SI അവിടെ നിന്ന് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.